വലിയൊരു പ്രയാസത്തിൽ ആണ് നിൽക്കുന്നത്. കാരണം ഓരോ ദിവസം കഴിയുന്തോറും അതിർത്തിയിലെ സിറ്റുവേഷൻസ് കൂടുതൽ ആശങ്കാജനകമായിട്ട് മാറുകയാണ്. ജയം നമുക്ക് തന്നെ. ഇന്ത്യയുടെ സൈന്യത്തെ കീഴ്പ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. ഇന്ത്യൻ സൈന്യത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ രാജ്യത്തിൻ്റെ മുമ്പിലുള്ള, ഇനി രാഷ്ട്രീയ കക്ഷികളുടെ മുമ്പിലുള്ള, മറ്റ് സാമൂഹ്യ ശക്തികളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കടമ സൈന്യത്തിൻ്റെ പിന്നിൽ അണിനിരക്കുക, സൈന്യത്തിന് അഭിവാദ്യം ചെയ്യുക, സൈന്യത്തിൻ്റെ മുറയിൽ കൂട്ടുക, അതിർത്തിയിൽ ജീവൻ കയ്യിലെടുത്ത് പണയപ്പെടുത്തി സൈന്യം രാജ്യത്തിന് വേണ്ടി പോരാടുമ്പോൾ രാഷ്ട്രം ഒന്നിച്ച് സൈന്യത്തിന് കൂടെ ഉണ്ട് എന്നവർക്കൊരു വിശ്വാസം കൊടുക്കുക. അതുകൊണ്ട് ഭിന്നിപ്പുള്ള ശബ്ദങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും നിർണായകമായൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തത്. അത് വളരെ ആലോചിച്ചൊരു തീരുമാനമാണെന്ന് എനിക്കറിയാം. നല്ല തീരുമാനമാണ്. തീർച്ചയായിട്ടും ഈ ഒരു പുതിയ ടീം അവരെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി നിറവേറ്റുന്ന വിശ്വാസമുണ്ട്. ആദ്യം ലോക്കൽ ബോഡി ഇലക്ഷൻ, നല്ല വിജയം. 2026 കേരളത്തിൽ 10 വർഷത്തിന് ശേഷം വീണ്ടും UDFൻ്റെ ഭരണം, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി, അതാണ് അവരുടെ ദൗത്യം. അതിൽ പ്രകാശിൻ്റെ ദൗത്യം എല്ലാവരും യോജിപ്പിക്കുക, കോൺഗ്രസിനെ യോജിപ്പിക്കുക, UDFനെ യോജിപ്പിക്കുക. അതിനുപരി UDFനെ വിജയിപ്പിക്കുന്നതിന് 2001 സമാനമായ വിജയം വേണമെങ്കിൽ കേരളത്തിലെ എല്ലാ സോഷ്യൽ ഗ്രൂപ്പിൻ്റെ കൂടി പിന്തുണ UDFനുണ്ടാകണം. അപ്പോൾ പാർട്ടി ശക്തിപ്പെടുത്തി UDF ശക്തിപ്പെടുത്തി അതിനൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ സോഷ്യൽ ഗ്രൂപ്പിൻ്റെ കൂടി പിന്തുണ നേടാൻ കഴിഞ്ഞാൽ 2001 സമാനമായ, ഒരുപക്ഷെ അതിനേക്കാൾ ഒരടി മുന്നോട്ട് പോകുന്ന വിജയം UDFനുണ്ടാകും. ആ കൂട്ടി ഇണക്കുന്ന ഐക്യത്തിൻ്റെ കണ്ണിയായി, പാലമായി പ്രവർത്തിക്കാൻ എൻ്റെ സുഹൃത്ത് അടൂർ പ്രകാശിന് കഴിയട്ടെ വിശ്വസിക്കുന്നു. കാരണം പ്രകാശ് ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയ ഒരു പാർട്ടി നേതാവാണ്. എൻ്റെ എല്ലാ ആശംസകളും.